ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കൽക്കി കണ്ടിരിക്കുകയാണ്. യെസ്, ഐ ആം ടു ലേറ്റ്. സംഭവമൊന്നുമല്ല, ഞാൻ കണ്ടത് 12:45 ഷോ ആണ്. കാരണം അപ്പോഴും മാത്രമേ തമിഴ് ഉള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ മലയാളം മിക്സ്ഡ് ആയിട്ടാണ് പടം ഓടുന്നത്. അപ്പം നമുക്ക് ഡബ്ബിങ് ரொம்ப മുഖ്യം. അതുകൊണ്ട് തമിഴ് തന്നെ ഞാൻ കണ്ടു കളഞ്ഞു. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വെരി നൈസ് മൂവി. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു പടം കാണാൻ നേരത്തെ. ഡയറക്റ്റഡ് ബൈ നാഗ് അശ്വിൻ. യെസ്, പുള്ളിക്കാരൻ്റെ മുന്നത്തെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാനടി എന്ന് പറഞ്ഞൊരു ബ്രഹ്മാണ്ഡമായ ഒരു സിനിമയുണ്ട്. അതാണ് കീർത്തി സുരേഷിനെ നടിയാക്കിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ദുൽഖർ സൽമാനൊക്കെ ഉള്ള മഹാനടി എന്ന് പറഞ്ഞാൽ ഒരു വളരെ അടിപൊളിയായിട്ടുള്ള സിനിമയായിരുന്നു. അതിനുശേഷം പിന്നെ എന്തൊക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കൽക്കി എന്ന് പറഞ്ഞ ഒരു വലിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. പിന്നെ റിട്ടേൺ ബൈ പുള്ളിക്കാരൻ തന്നെയാണ്, സെയിം അശ്വിൻ നാഗ്. ഇതിൽ എടുത്തു പറയേണ്ട നമ്മുടെ മഹാനടനായ പ്രഭാസിന്റെ കാര്യമാണ്. പുള്ളിക്കാരൻ്റെ ഇൻട്രൊഡക്ഷൻ ഭയങ്കര ഷോക്കായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം വേസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇത്രയും വലിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇത്രയും ഒരു വേസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫൊക്കെ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര ഷോക്കായിരുന്നു. സെക്കൻഡ് ഹാഫിലും കുറേ ഷോക്കായിരുന്നു. ക്ലൈമാക്സിലത്തെ ഒരു 20 മിനിറ്റിലാണ് പ്രഭാസ് ആകുന്നത്. അതിൽ ഒരു രക്ഷയില്ല. അതാണ് പ്രഭാസ്. പിന്നെ അങ്ങോട്ട് ബോഡി ലാംഗ്വേജ് മൊത്തത്തോടെ അങ്ങ് മാറും. അവിടെയാണ് പ്രഭാസ് വരുന്നത്, തുടക്കം വരണം. പിന്നുള്ള സീൻസ്, ബാക്കി ഇന്നത്തെ സീൻസൊക്കെ കുറേ ചെളുപ്പാണ്. പിന്നെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമൽഹാസനാണ്. എൻ്റെ മോനെ, അവസാനത്തെ സെക്കൻഡ് പാർട്ടിന്റെ ഇൻട്രൊഡക്ഷൻ മൊത്തം കമൽഹാസൻ തൂക്കിക്കൊണ്ടുപോയി, തൂക്കി വായി എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു കമൽഹാസൻ. ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫിലും വന്ന് തകർത്തടി, ഒരു രക്ഷയില്ല. അങ്ങനെ ആ ഒരു തല മതി സംസാരിക്കാം, വേറെ ഒരു ബോഡിയുടെ ആവശ്യവും ഇല്ല. അകത്താണ് ഉലകനായകൻ എന്ന് അങ്ങനെ വിളിക്കുന്നത്. ആക്ച്വലി ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ദീപിക പദുക്കോണുണ്ട്. ദീപിക പദുക്കോണൊക്കെ നല്ല പെർഫോമൻസ് ആയിരിക്കും. ഒരുപാട് ഇഷ്ടപ്പെട്ടു ദീപിക പദുക്കോൺ പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു ആ ഒരു ജവാനെയും കാട്ടിലും ഒരു 2 ഇരട്ടി പവറിൽ തിരിച്ചു വന്നാണ് എനിക്കിതിൽ തോന്നുന്നത്. അത്ര കിട്ടില്ല പെർഫോമൻസ് ആയിട്ട് നമുക്കത് ഫീൽ ആവും. പിന്നെ അന്നാബെന്നുണ്ട്. അന്നാബെന്ന് ഓക്കെ, കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പശുപതി ഉണ്ട്. പിന്നെ ഒരു ആവശ്യം SS രാജമൗലിയൊക്കെ ക്യാമിയോ പറഞ്ഞു. അത് എന്തിനാണെന്ന് എനിക്ക് പിടുത്തമില്ല. എനിക്ക് അവിടെ ഒട്ടും പിടിച്ചില്ല തീരെ. പിന്നെ നിങ്ങളെല്ലാം പറഞ്ഞു കാണും, ഓഫ് കോഴ്സ് സ്പോയിലറാണ്. ഞാൻ 2 വാക്ക് പറയുന്ന 2 ആൾക്കാരുണ്ട്. ഞാൻ സ്പോയിലർ ഇപ്പോൾ പറയാം. 2 സെക്കൻഡ് വേണമെങ്കിൽ ഫോൺ അടിച്ചു കളഞ്ഞു. ദേവർകൊണ്ടയും ദുൽഖറും ഉണ്ട്. അതിൽ ദേവർകൊണ്ടയ്ക്ക് കിട്ടിയ വലിയൊരു ബ്രേക്ക് ആയിരിക്കും ഈ ഒരു 10-15 മിനിറ്റുള്ള ഒരു സീൻ, സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ദുൽഖർ ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഇതിനെ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറഞ്ഞ ശോഭന ചേച്ചി, എൻ്റെ അമ്മ അടിപൊളി. ശോഭന ചേച്ചി എൻ്റെ അമ്മ, അവസാനത്തെ ക്ലൈമാക്സിനെ ഒട്ടും വിചാരിച്ചു ശോഭന ചേച്ചി ഇങ്ങനെയൊക്കെ വരുന്നു. അടിപൊളിയായിരുന്നു. പുള്ളിക്കാരുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. സസ്വത എന്ന് പറഞ്ഞാൽ പുള്ളിക്കാണ് മെയിൻ വില്ലൻ കേട്ടോ. അതിനകത്ത് ഫസ്റ്റിലത്തൊരു വില്ലൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു രക്ഷയില്ല. കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു, നൈസ് പെർഫോമൻസ്. പിന്നെ ദിശ പട്ടാണി. ഫസ്റ്റ് ഇതിലെനിക്ക് അറിഞ്ഞുകൂടാ ഈ ദിശ പട്ടാണിയുടെ ആവശ്യം എന്താണെന്ന് എനിക്കിത് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. പ്രഭാസിന്റെ ലവറായിട്ടാണ് എൻ്റെ വിശ്വാസം വന്നിരിക്കുന്നത്. എനിക്കതൊരു ഒട്ടും അങ്ങോട്ട് ദഹിച്ചില്ല. അതുമാത്രമല്ല, ഒരു ഓവറായിട്ടുള്ള ഒരു കൂടുതൽ റൊമാൻറ്റിക് സോങ് ഉണ്ട്. അതൊന്ന് തീർക്കിട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ പാടുപെട്ടെന്ന് എനിക്ക് തന്നെ അറിയാം, സത്യം പറഞ്ഞാൽ. പിന്നെ മ്യൂസിക്, സന്തോഷ് നാരായൺ, ബ്രില്യൻ വർക്ക്, ഒരു രക്ഷയില്ല, കിട്ടില്ല. പാട്ടിലല്ലേ ഞാൻ പറഞ്ഞ പാട്ട്, ആ റൊമാൻറ്റിക് സോങ് വെച്ചെനിക്ക് ബാക്കിയില്ല ഇഷ്ടം. എസ്പെഷ്യലി BGM സോങ്, അടിപൊളി BGM സ്കോർ ആയിരുന്നു. അടിപൊളി BGM സ്കോർ. നമുക്ക് കൈയടിക്കാൻ പറ്റുന്ന ഒരു പവർ നമുക്ക് ആ ഒരു BGM സ്കോറിൽ നമുക്ക് കൊണ്ടുതരും സന്തോഷം. അത് സമ്മതിച്ചു പറ്റത്തുള്ളൂ. പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എടുത്തു പറയണം. സൗണ്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഫിലിം. ഞാൻ ഉള്ള വരെ എപ്പോഴും പറയാം, ഡോൾബി അറ്റ്മോസ് എന്നൊരു തിയേറ്ററിൽ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിച്ചാൽ അത്ര വെർത്തായിരിക്കും. കാരണം സൗണ്ട് എഫക്ട്സിനൊക്കെ അതിൻ്റെതായ ഒരു പരിഗണന അതിനകത്തുണ്ട്. സൗണ്ട് ഡിസൈനർ 2 പേരാണ്. ഒന്ന് പ്രദീപും പിന്നെ രണ്ടാമത്തത് സായി മണീന്ദർ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പിന്നെ വിഷ്വൽ എഫക്ട്സ് ഒരു രക്ഷയില്ല, അടിപൊളി വിഷ്വൽ എഫക്ട്. ഇതുവരെ കണ്ടതിലുള്ള ഇന്ത്യൻ സിനിമകളിലെ വൺ ഓഫ് ദി ബെസ്റ്റ്, ബാഹുബലി കഴിഞ്ഞിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് ഇത് തന്നെയാണെന്ന് ഞാൻ പറയും. അതിൽ 113 ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ട് ആക്ച്വലി 22 പേരാണ് സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ആയിട്ടുള്ളത്. അതിൽ പ്രഭാസും അമിതാഭ് ബച്ചനും സ്റ്റണ്ട് മാസ്റ്റർ ഒരാളാണ്. അതൊരു മികപ്പൊരു ആളാണ്. പുള്ളിക്കാരൻ്റെ പേര് നോട്ട് ചെയ്തിട്ടില്ല. പിന്നെ എഡിറ്റിംഗ്, നൈസ് എഡിറ്റിംഗ് ആയിരുന്നു. കൊട്ടഗിരി എന്നാണ് അയാളുടെ പേര്. വെരി നൈസ്, അടിപൊളിയായിട്ട് വലിയ വർക്ക് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഈ പടം നമുക്ക് സെക്കൻഡ് കാണാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് ഭയങ്കരമായിട്ട് കൊണ്ടുവരും. ആദ്യത്തെ 15 മിനിറ്റ് ദയവ് ഇത് മിസ് ചെയ്യില്ല കേട്ടോ. അത് മിസ് ചെയ്ത പിന്നെ നിങ്ങൾ പടം കണ്ടിട്ടൊക്കെ ഒരു കാര്യമില്ല. ഞാൻ എടുത്തു പറയും, ആദ്യത്തെ 15 മിനിറ്റ് വളരെ ക്രൂഷ്യലാണ്. അത് കണ്ടിട്ട് പടം കണ്ടിട്ടേ കാര്യമുള്ളൂ. കുറേ പേര് അത് മിസ് ചെയ്യും. ഞാൻ കണ്ടു, വീട്ടിലെ വരുന്നു പോകുന്നു, കുറേ പേര് കയറി വരുന്നു. ബി ദർ ഇൻ എ ടൈം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഞാൻ കണ്ടത് ഏരീസ് ഫ്ലെക്സിൽ ഓഡി 1-ലാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ ഇൻ ട്രിവാൻഡ്രം. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, വളരെ കുറച്ച് സ്ക്രീനിൽ, നമുക്ക് 4-5 സ്ക്രീൻസിലും തിയേറ്റേഴ്സ് മാത്രമേ 3D ഉള്ളൂ. ഞാൻ കണ്ട 3D ഒക്കെ വർത്ത് 3D ആയിരുന്നു. അടിപൊളി 3D എഫക്ട്സ് ആയിരുന്നു. അടിപൊളിയായിട്ട് 3D എഫക്ട്സും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. അതുമാത്രമല്ല, നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ തമിഴ് കാണാൻ ശ്രമിക്കുക. ഡബ്ബിങ് മലയാളം കണ്ട ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് ഡബ്ബിങ് ഒക്കെ ഭയങ്കര ശോകമെന്നൊക്കെ പറയുന്നുണ്ട്. സോ റിസ്ക് എടുക്കണ്ട, നിങ്ങൾ തമിഴ് തന്നെ കാണുന്ന ഏറ്റവും കൂടുതൽ. തമിഴ് ഡബ്ബിങ് എല്ലാം അടിപൊളി, പ്രഭാസിന്റെ ഒക്കെ അടിപൊളി എല്ലാം, ഇൻക്ലൂഡിങ് കമൽഹാസന്റെ ഒക്കെ. കമൽഹാസൻ തന്നെയാണ് എല്ലാവരും, എനിക്ക് തോന്നുന്നു 5 ലാംഗ്വേജ് ഡബ് ചെയ്ത കമൽഹാസൻ തന്നെയാണ്. വെർത്ത് മൂവിയാണ് 100%. ഒരു തിയേറ്റർ പക്ക എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പക്ക ഫിലിമാണ്. ഒരു യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പാട്ട് കമൽഹാസന്റെ അഴിഞ്ഞാട്ടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പടം കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ.